നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ശരിയാ, എന്നെ വീണ്ടും ഈ തിരുനടയിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന് മോള് പറഞ്ഞപ്പോ അതെന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നെന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പൊ അച്ഛന് വിശ്വാസമായി. എന്റെ മോൾ എന്ത് പ്രാർത്ഥിച്ചാലും ആഗ്രഹിച്ചാലും അത് മൂകാംബിക അമ്മ സാധിച്ചു തരുമെന്ന്. ആഹാ, അച്ഛന്റെ മുഖത്താണോ അതോ മോളുടെ മുഖത്താണോ ഇപ്പൊ കൂടുതൽ തെളിച്ചെന്ന് സാക്ഷാൽ ദേവിക്ക് പോലും പറയാൻ പറ്റില്ലല്ലോ. വിദ്യാമ്മേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും സഹായിച്ചതിനും നിങ്ങളോട് എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. അതിന് എന്നോട് നന്ദി പറയേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നു എന്ന് പറയുന്ന സഹായമൊക്കെ ഒരു നിയോഗമായിട്ട് കണ്ടാ മതി. ജ്ഞാനേശ്വരിയായ ജഗദംബ എന്നിലൂടെ നടത്തുന്ന നിയോഗം. പിന്നെ പെട്ടെന്നുള്ള ഈ തിരിച്ചുവരവിന്റെ കാരണം ദേവൂട്ടി എന്ന മോളുടെ മനസ്സുരുകിയുള്ള പ്രാർത്ഥനയാ. ഒരാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ദിവ്യ ഔഷധം മറ്റൊന്നുമില്ല. വിദ്യാമ്മ പറഞ്ഞത് 100% ശരിയാ. എന്റെ മോള് മനസ്സുരുകി ദേവിയോട് പ്രാർത്ഥിച്ചതുകൊണ്ടാ മരണം മുന്നിൽ കണ്ട ഞാൻ ഇപ്പൊ ഇങ്ങനെ ആരോഗ്യത്തോടെ ഈ മണ്ണിൽ നിൽക്കുന്നു. ഈ ലോകത്ത് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യമാ എന്റെ മോള്. ദേവിക്ക് പ്രിയപ്പെട്ടവളാണ് ദേവൂട്ടി. ദേവൂട്ടി പ്രാർത്ഥിച്ചാൽ അമ്മ കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?